ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ യൂട്യൂബ് ചാനൽ 5K ആയത് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പൊ അറിയിച്ചേക്കണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും മഞ്ഞെന്തെങ്കിലാണെന്ന്, പക്ഷെ അതല്ല. ഇതാണ് നല്ല അസല് കമ്പനി പോ. എന്താണെന്ന് അറിയില്ല, ഞാനിന്ന് നേരത്തെ എത്തി. പക്ഷേ ഇവളിന്ന് ഓടിക്കതച്ചാണ് ട്രെയിൻ വന്നതിന് തൊട്ട് മുന്നേ എത്തിയത്. എപ്പോഴും വൈകി വന്നെ എന്നെ നോക്കി ഇവര് കളിയാക്കലാണ്. അപ്പൊ എനിക്ക് നോക്കിയൊന്ന് കളിയാക്കാം. ഇവളറിയാത്തവർക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇവളുടെ പേരാണ് മരിയ മെഹന കടദോസ്. വളരെ വലിയ പേരായതുകൊണ്ട് തന്നെ കുഞ്ഞിലെ നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ആ പേര് തന്നെ പഠിച്ചത്. സ്റ്റേഷനിലേക്ക് എത്തിയെന്നുള്ള അനൗൺസ്മെന്റ് കേട്ടപ്പോഴാണ് അവൾ അങ്ങടെ എത്തണത് തന്നെ. ഞങ്ങൾ രണ്ടുപേരും ഒരു കമ്പാർട്ട്മെന്റിലും മാമും സെബാനും വേറൊരു കമ്പാർട്ട്മെന്റിലായിരുന്നു. അതാണ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇവരെ കണ്ടത്. ഇല്ലെങ്കിൽ നമ്മുടെ സീറ്റ് പോകും. അതിരാവിലെ ഉള്ള ട്രെയിൻ ആയ കാരണം അവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല വിശപ്പുണ്ടായി. അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നേരെ കോട്ടിലേക്ക് പോയത്. അവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ ഏത് കോട്ടിലേക്കാ പോയെന്ന്. തിരൂരുള്ള കോട്ടിലേക്കാണ് നമ്മൾ പോയത്. അവിടുന്ന് സ്റ്റേഷനിൽ ഇറങ്ങാം, കുറച്ചൊന്ന് നടക്കാം, അത്ര. കണ്ണാടി അവിടെ കണ്ടാലും ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അത് ഞങ്ങൾക്ക് നിർബന്ധം. അവിടെ നമ്മൾ വളരെ നേരത്തെ എത്തിയെങ്കിലും നമുക്ക് കുറച്ച് വർക്കും കൂടി പെൻഡിങ് ഉണ്ടായി. അപ്പൊ അതെല്ലാം തീർത്തിട്ടാണ് കോർട്ടിലേക്ക് ഇറങ്ങിയത്. കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, ഈ എൻറോൾമെന്റ് ഒന്നും കഴിയാതെ ഞങ്ങൾ എന്തിനാണ് മാമിന്റെ കൂടെ പോയത്. ഈ അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ജോബില് നമ്മ ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. ഇഷ്ടപ്പെട്ടാണ് ഈ ഒരു കോഴ്സ് പഠിക്കണമെങ്കിൽ നമുക്ക് കഷ്ടപ്പെടാണ്ട് ഇത് പാസ്സാവാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നത്, നമ്മ എക്സാം എഴുതണതും ലിറ്റിഗേഷൻ ചൂസ് ചെയ്യണതും രണ്ടും നല്ല വ്യത്യാസമുണ്ട്. അതായത് നമുക്ക് ഇതിനെക്കുറിച്ച് നല്ല ബോധവും വിവരവും ഒക്കെ ഉണ്ടെങ്കിലാണ് ഈ ഒരു ഫീൽഡിൽ പിടിച്ചെക്കാനെങ്കിലും പറ്റുള്ളൂ. ഈ ഒരു ചുരുങ്ങിയ നാളുകൊണ്ട് തന്നെ മാമിനെ കൊണ്ടാവുന്ന അത്രയും ഞങ്ങൾക്ക് മാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ കോർട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ. അവിടെ നല്ല പിടിയില്ലാത്ത കാരണം കുറച്ച് അഡ്വക്കേറ്റ്സിന്റെ അടുത്ത് എവിടെയാണ് നല്ല ഫുഡ് കഴിക്കാൻ കിട്ടണേന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഹോട്ടലിൽ എത്തിയത്. കാലത്തെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് നല്ല മോശമായതുകൊണ്ട് തന്നെ ഉച്ചക്ക് നല്ല ഫുഡ് കഴിക്കണമെന്നായിരുന്നു മാമിന്റെ ഒരു ഇത്. ഞങ്ങൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തത് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ആയിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. ഇതുപോലെ തന്നെ നല്ല ഒതന്റിക് ആയിട്ടുള്ള ഹൈദരാബാദി ബിരിയാണി കിട്ടുന്ന ഒരു ഷോപ്പാണ് എടപ്പള്ളിയിലുള്ള ഹൈദരാബാദി കിച്ചൺ എന്ന് പറയുന്നത്. ഫുഡ് വന്നപ്പോഴത്തേക്കും നമ്മ വന്ന കാര്യം മറന്നുപോയി. നമുക്ക് ഇന്നൊരു കേസ് ഉണ്ടായിരുന്നു, ഫാമിലി കോർട്ടിലായിരുന്നു. ആ കോർട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറേ വർഷങ്ങൾ പഴക്കമുള്ള കോർട്ടാണ്, പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇന്ന് വന്നതില് സാന്ദ്ര എന്ത് ചെയ്യുന്നല്ലേ, അവൾക്ക് ഒട്ടും വയ്യാണ്ട് അവള് വീട്ടിലിരിക്കണേന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. മിസ് യു സാന്ദ്രാപ്പി. അവള് വരണില്ല ുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ ചെയ്ത് ഞങ്ങൾ അവളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായി. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മാം പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഡെസേർട്ട് മേടിക്കാന്ന്. പക്ഷെ ഞാൻ ഷുഗർ കട്ടിലായ കാരണം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് മാം നിർബന്ധിച്ച് എന്നെ കൊണ്ട് ആ കട്ട് ചെയ്യിച്ച്. പിന്നെ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുമല്ലോ. അപ്പൊ പിന്നെ ഞാൻ അവിടെ കട്ടാക്കി. ഈ പുള്ളിക്കാരനായിരുന്നു ഞങ്ങൾക്ക് ഫുഡും എല്ലാ കാര്യങ്ങളും സെർവ് ചെയ്തിരുന്നത്. പക്ഷെ ആ പുള്ളിക്കാരന്റെ മുഖത്തോട്ട് നോക്കിയതിൽ കൂടുതൽ ഞാൻ ആ കയ്യിലെ ടാറ്റു ആണ് കൈ ശ്രദ്ധിച്ചത്. ഈ കുനാഫ എന്ന് പറയുന്ന സംഭവം ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യാൻ പോണത്. പക്ഷേ മോശം പറയാനൊന്നുമില്ല, എനിക്കിഷ്ടപ്പെട്ടു. ഇത് വേഗം കഴിച്ചു തീർത്തിട്ട് വേണം ഞങ്ങൾക്ക് ട്രെയിൻ പിടിക്കാൻ വേണ്ടി ഓടാനായിട്ട്. കാലത്തെ തന്നെ തിരിച്ചു പോകാനുള്ള സീറ്റും റിസർവ് ചെയ്തിട്ട് കാരണം സീനൊന്നും ഉണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ കാലത്തെ റിസർവ് ചെയ്യാണ്ട് പോയത് കാരണം തന്നെ നല്ല തിരക്കായിരുന്നു. ഇരിക്കാനും നിൽക്കാനും ഒന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാലോ എന്ന് ഓർത്തിട്ട് മാം നേരത്തെ തന്നെ അത് റിസർവ് ചെയ്തിട്ട്, അതാവുമ്പോൾ നമ്മ സീറ്റ് കിട്ടുമെന്ന് ഓർത്ത് ടെൻഷൻ അടിക്കണ്ടല്ലോ. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. റിസർവ് ചെയ്തൊക്കെയാണ് കയറിയെങ്കിലും കയറി കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഞങ്ങൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിച്ച സീറ്റ് ഇതല്ല. സീറ്റാണെങ്കിൽ ഒരു സുമാറും ഉണ്ടായിരുന്നില്ല. ഇരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്ന കാരണം നടു നല്ല വേദന എടുക്കണായിരുന്നു. റിസർവ് ചെയ്ത് ബുക്ക് ചെയ്ത് പോയിട്ട് ഇതുപോലെ നിന്നാണ് ഞങ്ങൾ എറണാകുളം വരെ ഒന്ന് എത്തിച്ചത്. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഒരു വിശേഷം. അപ്പൊ അടുത്ത വീഡിയോ തന്നെ ബൈ. അയ്യോ, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. ക്ലീഡ് എക്സാം എങ്ങനെയുണ്ടായി? എഴുതിയവരൊന്ന് കമന്റ് ചെയ്യണേ.